പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. കണ്ടെടുക്കാം നക്ഷത്ര ജീവിതങ്ങളെ. കൂടിക്കാഴ്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ അഷ്റഫ് മൗലവിയാണ്. സ്വദേശികളുടെ ഇടയിൽ മുഹമ്മദ് അഷ്റഫ് അലി മലൈബാരി എന്നറിയപ്പെടുന്ന അഷ്റഫ് മൗലവി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം വന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കിയാണ് നമുക്ക് ഇന്ന് കേൾക്കേണ്ടത്. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ബഹുമാന്യനായ അഷ്റഫ് മൗലവിയെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൗലവി മദീനയിൽ മദീന മസ്ജിദിൽ അൽഹംദുലില്ലാഹ് അവിടെ പ്രബോധന മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളെ നാട്ടിലുള്ള ഒട്ടനവധി ആളുകൾ സത്യത്തിൽ ചിലപ്പോൾ എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്നറിയാതെ മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യുന്നു, മദീനയിലേക്ക് വരുന്നു, മദീന മസ്ജിദിലേക്ക് വരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ പല ആളുകളുമായി ബന്ധപ്പെടാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൗലവിക്ക് സാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ വന്ന ആളുകളിൽ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ പരിചയപ്പെടുത്താനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മേഖലയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇല്ല, അങ്ങനെ ഒരു പ്രത്യേക അനുഭവമായിട്ട് പ്രിൻറ്റിങ് പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനില്ല. കാരണം ഞങ്ങളാരെയും സ്വീകരിക്കുന്ന വകുപ്പല്ല, ഞങ്ങൾ ബാഹിത്യങ്ങളാണ്. ഞങ്ങളുടെ അവിടെ വരൽ തന്നെ മമ്നുവാണ്. ഞങ്ങൾക്ക് ആരും ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ചാൻസ് ഇല്ല. ദേവത്വ മേഖലയല്ല. ദേവത്വ മേഖല ഞങ്ങൾ വേറെ രൂപത്തിൽ ഉപയോഗിക്കലാണ്. ഞാൻ ഹറമിൽ ക്ലാസ് എടുത്തിരുന്നു കുറേ കാലം. 74 മുതൽ 84 വരെ ഹറമിലുള്ള ക്ലാസ് നടന്ന കാലഘട്ടത്തിലൊക്കെ പലരും വരാറുണ്ട്, പലരുമായി ബന്ധപ്പെടാറുണ്ട്. ആൾക്കാരുടെ പേരൊന്നും ഓർക്കുന്നില്ല. പലർക്കും ഹിദായത്ത് ലഭിക്കാനുള്ള ചാൻസൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി. അടുത്ത മദീനയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. മദീന പട്ടണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗ്ഗത്തോപ്പെന്ന് പ്രഖ്യാപിച്ചതായ സ്വർഗ്ഗത്തോപ്പുള്ളതായ മസ്ജിദുൻ നബവിയിൽ വന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചാൻസ് കിട്ടാതിരിക്കുകയില്ല. ഏത് വളഞ്ഞു തിരിഞ്ഞ് ചിന്തിക്കുന്നവർക്കും ഒന്ന് ഭാവിയിൽ ചിന്തിക്കാനുള്ള ചുറ്റുപാട് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് വേറെ വിഷയമാണ്. നമുക്ക് ഇനി ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇത് റെക്കോർഡ് ചെയ്യുന്നത് റമദാൻ മാസത്തിലാണ്. മൗലവി ഈ ഒരു മദീനത്ത് വന്ന സമയത്ത് ഇന്നത്തെ മദീന അല്ലല്ലോ, അന്ന് വളരെ ഒരു 40 വർഷം മുന്നേ ഉള്ള ഒരു മദീന. ആ മദീനയുടെ അവസ്ഥ എന്തായിരുന്നു? അന്നത്തെ കാലത്ത് ഒരു റമദാനിനെ കുറിച്ചുള്ളൊരു ഓർമ്മ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുക? ഇന്ന് വളരെ സൗകര്യമാണ്. മദീനയിൽ ഒരാൾ നോമ്പ് തുറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ അത്ഭുതം തോന്നും. ആ മദീന മസ്ജിദിലുള്ള നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ വളരെ അത്ഭുതം തോന്നാറുണ്ട്. അത്രയും അധികം ആളുകൾക്ക് ഒരുമിച്ചിട്ട് ഒരു പ്രയാസമില്ലാതെ അവിടെ നോമ്പ് തുറന്ന് ആളുകൾ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അന്നത്തെ ഒരു നോമ്പ് തുറ അല്ലെങ്കിൽ അന്നത്തെ ഒരു നോമ്പിൻ്റെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാൻ പറ്റും? ഞാൻ വന്ന ഉടനെ തന്നെ മദീനയിൽ വളരെ ചുരുക്കം ആൾക്കാരാണ് യഥാർത്ഥത്തിൽ അവിടെ ഹജ്ജിന് വേണ്ടി വരെ വരാറുള്ളത്. മദീനയിലും മക്കയിലൊക്കെ ആപേക്ഷികമായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം റസൂലുള്ളാഹിൻ്റെ കൂടെ ഹജ്ജ് ചെയ്തവരുടെ എണ്ണം 1,00,000 എന്നും 1,20,000 എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്, 40,000 എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ അതിനെ അപേക്ഷിച്ചിട്ട് ഞാൻ വന്ന കാലഘട്ടത്തിൽ 3-3.5 ലക്ഷം ആൾക്കാരെ ഹജ്ജിന് വരാറുള്ളൂ ടോട്ടൽ. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റി അത്രയും പെട്ടെന്നാണ് ഈ പരിവർത്തനം. അമീർ സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുള്ളത് പോലെ, അതുപോലെ തന്നെ മലിക് ഫഹദും പറയാറുണ്ട്, ഇതൊരു 20-30 കൊല്ലം കൊണ്ടുണ്ടായതായ പരിവർത്തനമാണ് ഈ പരിവർത്തനം. അത് അവർ സാധാരണ പറയാറുണ്ട്, തൗഹീദിന് വേണ്ടി, തൗഹീദിൻ്റെ പ്രചരണത്തിന് വേണ്ടി കച്ചകെട്ടി പുറപ്പെട്ടപ്പോൾ അതങ്ങനെ നടക്കണമെന്ന തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ, അത് ഭരണകൂടത്തിൽ കടന്നപ്പോൾ അള്ളാഹു നമുക്ക് തുറന്നു തന്നതാണ് പെട്രോളിൻ്റെ കവാടം, അതുപോലെ തന്നെ ദുനിയാവിൻ്റെ കവാടം. ആ തുറന്നു തന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് നാം ഈ കാണുന്നതായ പരിവർത്തനങ്ങളൊക്കെ എന്ന് രാജാക്കന്മാർ പറയാറ്, ഇവിടുത്തെ നേതാക്കളൊക്കെ പറയാറുണ്ട്. അത് ഞാൻ പലപ്പോഴും പരലിൽ നിന്നിട്ട് കേട്ടതാണ് ഇവിടുത്തെ നേതാക്കളിൽ. അതവരെ അംഗീകരിക്കുന്ന ഭാഗമാണ്. അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹമാണ് ഇത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഫലം
وجعل أفئدة من الناس تهوي إليهم وجعل أفئدة من الناس تهوي إليهم ജനങ്ങളുടെ ഹൃദയത്തെ ഈ നാട്ടിലേക്ക് നീ ആകർഷിപ്പിക്കണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. ഉർസുഖുഹും മിന സമറാത്തി, സമറാത്തുകൾ അവർക്ക് നീ നൽകണമെന്ന് പ്രാർത്ഥിച്ചു. മൻ ആമന മിൻഹും ബില്ലാന്ന് ഷർത്ത് വെച്ചു. നിന്നെ കൊണ്ട് മാത്രം നിന്നെ ആരാധിക്കുന്നവർക്ക് മാത്രം, അഥവാ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവന് മാത്രം നേർച്ചയാക്കുന്ന, അറക്കുന്ന, തൗഹീദ് ഉൾക്കൊള്ളുന്ന വിഭാഗത്തിന് മാത്രമുള്ളതാണ് ആ നിഅമത്ത്. ആ നിഅമത്തിൽ മറ്റുള്ളവർ ഓസിക്ക് പങ്കുചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ തൗഹീദ് ഈ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വമാക്കി മാറ്റുക എന്നത് തന്നെ അതിനൊരു കാരണമായിട്ടാണ് ഇവിടുത്തെ നേതാക്കൾ എണ്ണാറുള്ളത്. അൽഹംദുലില്ലാ. അപ്പോൾ മൗലവി ആ ഒരു കാലത്തെ റമദാനിനെ കുറിച്ചിട്ട്, റമദാൻ ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വളരെ ചുരുക്കം പേരാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് മുമ്പിലുള്ള മസ്ജിദ് നബിയുടെ ആദ്യത്തെ പള്ളി, അതിൽ ബാബുർ റഹ്മയാണ് മലയാളികളുടെ സെൻറ്റർ. ബാബുർ റഹ്മയുടെ അകത്താണ് എൻ്റെ ക്ലാസ് നടക്കുന്നത്. ആ സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ അന്നുള്ളത് ഇന്ന് ശേഷിക്കുന്നത് ആ നോമ്പ് തുറ മാത്രമാണ്. അത് മദീനക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയായിരുന്നു. മദീനക്കാർ സ്വഭാവത്തിൽ പണ്ട് തന്നെ മക്കാരെക്കാളൊക്കെ വ്യത്യസ്ത സമീപനമാണെന്ന് അറിയാമല്ലോ. അവിടുത്തെ കുട്ടികളും അവിടുത്തെ യുവാക്കളും എല്ലാം മാടി വിളിച്ച് ആൾക്കാരെ കൊണ്ടുപോയി സദസ്സിലിരുത്തുക, സുഫ്രയിലിരുത്തുക, എന്നിട്ട് അവർക്ക് നോമ്പ് തുറപ്പിച്ച് കൊടുക്കുക. ഈ സമ്പ്രദായം അന്ന് തന്നെ മദീനയിലുണ്ട് എന്ന് മാത്രമല്ല, അന്ന് ഒന്ന് കൂടുതൽ കൂടിയുണ്ട്. അന്ന് ഈ രാത്രി ഹയാത്താക്കുക ഇന്നത്തെ ഹയാത്താക്കലല്ല. അന്ന് അവിടെ രാത്രി ഹയാത്താക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും റൂമെടുത്തു. മദീന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളായ 10-35 പേര് വിദ്യാർത്ഥികൾ ഏകദേശം ഉണ്ടായിരുന്നു. ഞങ്ങളും മദീനത്തെ മസ്ജിദ് നബിയുടെ പരിസരത്തിൽ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തു. എന്തിനാണ്? എല്ലാവരും ഇബാദത്തിന് വേണ്ടി ആ മാസത്തിൽ മുഴുകി അതിനു വേണ്ടിയായി കച്ചുകെട്ടി പുറപ്പെടലാണ് ഇബാദത്തിന് വേണ്ടി. അതുകൊണ്ട് രാത്രി നമ്മൾ പോകുന്ന സന്ദർഭത്തിലും വരുന്ന സന്ദർഭത്തിലൊക്കെ വളരെ ചെറിയ പട്ടണമാണ് മദീന. ആ പട്ടണത്തിലുള്ള ആൾക്കാരൊക്കെ ഖിയാമുല്ലയിലും ഒന്നിരിക്കലോ വീട്ടിൽ അല്ലെങ്കിൽ മസ്ജിദിൻ്റെ പോയിൽ എല്ലായിടങ്ങളിലും ഖിയാമുല്ലയിലും അന്ന് രാത്രി ഹയാത്താക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് ഇവിടെ. എന്തിനാ ഹയാത്താക്കുന്നത്? ഇബാദത്തിന് വേണ്ടി ഹയാത്താക്കലായിരുന്നു. അത് വളരെ ചേഞ്ചായി. ഇപ്പോൾ അത് വെറും ബിസിനസ്സിന് പരിഗണന കൂടുതൽ നൽകി. അതുണ്ട് മറ്റതുള്ളതോടുകൂടി ബിസിനസ്സിനാണ് ഇപ്പോൾ പരിഗണന കൂടുതൽ വന്നത്. പക്ഷെ അത് തുടക്കം കുറിച്ചത് ഇബാദത്തിന് വേണ്ടിയായിരുന്നു ആ രാത്രി ഹയാത്താക്കുക എന്നുള്ളത്. ഉണ്ട്, തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഇബാദത്തുമായി ഹയാത്താക്കുന്ന ആളുകൾ ഇപ്പോഴും മദീനത്തും ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതിപ്പോൾ നമുക്ക് പ്രചോദനമാണ് മറ്റുള്ളവർക്ക്. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലുള്ളിൽ തറാവീഹും ഇതൊക്കെ ഈ ഇത്ര സൗകര്യങ്ങളിലും ആളുകളൊക്കെ കണ്ടമാനം ആളുകൾ വന്നിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ചുവന്ന പള്ളി ഫുള്ളാവാറുണ്ടായിരുന്നു റമദാനിലൊക്കെ. കാരണം റമദാൻ നമ്മൾ ഹാജിമാരൊന്നും പരിപൂർണമായി എത്തൂല. ഹജ്ജ് സീസൺ വരുമ്പോഴാണല്ലോ ഈ കൂടുതൽ തിരക്കി. ഹജ്ജ് സീസൺ അല്ലാത്ത സമയത്ത് ഇപ്പോൾ എല്ലാ 24 മണിക്കൂറും 360 ദിവസവും തിരക്കാവുക എന്നുള്ളത് ഇപ്പം നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണത്. ഇത് പണ്ടില്ല. ഇതൊരു 10 വർഷം മുമ്പ് വരെ ഇല്ല. ഇപ്പോഴാണ് ആളുകൾ ഏത് സമയത്തും നോക്കാതെ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഹജ്ജ് സീസണിൽ മാത്രമാണ് തിരക്കുണ്ടാവുക. കപ്പലിൽ കൂടി വരുന്നതാണ്, പ്ലെയിനിൽ കൂടി വരുന്നവർ കുറവാണ്. അടുത്തതായിട്ട് മൗലവിയോട് ചോദിക്കാനുള്ളത്, മൗലവിയുടെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ നമുക്കറിയാം കുറേ ഇസ്ലാമിക രചനകളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ഗ്രന്ഥങ്ങൾ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൗലവിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയാമോ? നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഖിദ്മത്തൻ ലിദീനില്ല, നമ്മൾക്ക് അള്ളാഹു ചെയ്തിരുന്ന വിശാലമായ അനുഗ്രഹത്തിന് നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഖിദ്മത്ത് എടുക്കണമല്ലോ. ആ രൂപത്തിൽ നാം ദഅവത്ത് മേഖലയിൽ സമയം കഴിയുന്നത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഈ എളിയവൻ പരിശ്രമിച്ചിട്ടുള്ളത്. മറ്റ് ഖുർആൻ പരിഭാഷ പരിശോധന ഗവൺമെൻറ് കൽപ്പിച്ചതനുസരിച്ച് ചെയ്തു. അവിടെ മലയാള പരിഭാഷ ഞാനായിരുന്നു പരിശോധിച്ചത്. അതിന് ശരിക്ക് അവസാനം 1434 മുതൽ ഇങ്ങോട്ടുള്ളതായ പ്രിൻ്റ് അറബി ഹിജ്റ വർഷത്തിൽ 1434 ശേഷമുള്ള പരിശോധനയിൽ അതിൽ ഞാനും അബ്ദുൽ ജബ്ബാറൊക്കെ കൂടി വായിച്ചിട്ട് ശരിക്കും അതിനെ സലഫ് സാലിഹ്ങ്ങളുടെ മനഹജിനോട്
അടുപ്പിക്കാൻ വേണ്ടി, നമ്മുടെ പരിഭാഷയെ അടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. അത് പരിഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തതായ ഇതാണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഓറിയന്റലിസത്തിനെ കുറിച്ച് പുസ്തകം എഴുതിയിരുന്നു. അറബിയിലാണ് എൻ്റെ പുസ്തകം. അതുപോലെ തന്നെ അവിടെയുള്ള സമയത്ത് തന്നെ താരീഖ് തതവൂർ തർജിമത്തി മഅൽ ഖുർആൻ അൽ കരീം ഇലൽ ലുഗൽ മലബാരിയ എന്ന അറബി ഭാഷയിൽ ഒരു ഗ്രന്ഥം എഴുതിയിരുന്നു. ആ ഗ്രന്ഥത്തെ അബ്ദുൽ ജബ്ബാർ മൗലവി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിലേക്ക്. അത് ഞാൻ അറബിയിൽ എഴുതിയതാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച നവാസുൽ ഖുർആൻ എന്ന പുസ്തകം, പിന്നെ പല നമ്മുടെ നാട്ടുകാരായ മലയാളി പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും എഴുതിയ പല ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ച് അതിന് സമർപ്പണം നൽകിയിരുന്നു. അതിൽപ്പെട്ടതാണ് തഅറഫ് അല അള്ളാഹുവിനെ പരിചയപ്പെടുക എന്ന ഇമാം അക്ബറിൻ്റെ പുസ്തകം. അത് ഞാൻ പരിശോധിച്ചു. നമ്മുടെ കേരളത്തിലുള്ള പണ്ഡിതന്മാരിൽ നിന്നിട്ട് ചിലരുടെ സഹായത്തോടു കൂടി ഷമീർ മൗലവിയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മൗലവിയോട് ചോദിക്കാനുള്ളത്, കാസർഗോട്ട് നിന്നും ഈ ഒരു മദീനയിലേക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വന്ന മൗലവി, ഇന്ന് മൗലവിയൊക്കെ വന്നിരുന്ന കാലത്ത് മാതിരിയല്ല, അന്ന് വളരെ കുറഞ്ഞ ആളുകളായിരുന്നു നമുക്ക് മദീനയിൽ പഠിക്കാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുള്ളൂ. ഇന്ന് അൽഹംദുലില്ലാ ഒട്ടനവധി ആളുകൾ മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിച്ച് നാട്ടിൽ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ജാമിയ ഹിന്ദ് പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച് പിന്നെ അവർ മദീനയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുറേ വിദ്യാർത്ഥികളെ നമുക്കറിയാം. അവരുടെ രക്ഷിതാക്കൾക്കും ഈ ഇളയും കുറിച്ച് അറിയാം. അത്തരം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അത്തരം രക്ഷിതാക്കളോട് എന്ത് ഉപദേശമാണ് മൗലവി കൊടുക്കാനുള്ളത്? കേരളത്തിൽ നിന്നിട്ട് പ്രത്യേകിച്ച് മറ്റു നാടുകളിൽ നിന്നിട്ടാണെങ്കിലും വരുന്ന സന്ദർഭത്തിൽ ഈ വരുന്ന വിദ്യാർത്ഥികൾ പണ്ഡിതന്മാരാവാൻ വേണ്ടിയാണല്ലോ അവർ പഠനം നടത്താൻ വേണ്ടി വരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഭാവിയിൽ അവർക്ക് അവരുടെ ആ വേദിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ളതായ മുതൽക്കൂട്ട് അവരുണ്ടാക്കിയെടുക്കൽ അവരുടെ മാതൃഭാഷയിൽ ആയിരിക്കണം ആദ്യം. അത് പരിപൂർണമായി ഏകദേശം കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ പ്രസംഗത്തിലൂടെയോ ഹുതുബയിലൂടെയോ എഴുത്തിലൂടെയോ ഏതെല്ലാം രൂപത്തിൽ അതിന് സാധിച്ചു എന്ന ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടല്ലാതെ നാട് വിടരുതെന്നാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത് അങ്ങനെയുള്ളവരോട്. അതായത് ഒരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരാൾ ആദ്യം തന്നെ മദീനയിലേക്ക് വരുന്നതിന് ഞാൻ അതിനെതിരാണ്. കാരണം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പലരും നമ്മൾ കാണുന്നുള്ളത് കേരളക്കാർക്ക് ഫലം കിട്ടുന്നില്ല അവരെ കൊണ്ട്. എന്തുകൊണ്ട് ഫലം കിട്ടുന്നില്ല? ഭാഷാപരമായിട്ട് പല നിലക്കും അവിടുത്തെ ഇതനുസരിച്ചിട്ട് ദഅവത്ത് നടത്താൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് അറിയാലോ, ഇന്നിപ്പോൾ ജാമിയ അൽ ഹിന്ദ് പോലുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ, ശരി, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ശരിക്കും പഠിച്ച് പ്രഗത്ഭരായതിൻ്റെ ശേഷം ഇതിന് പരിശ്രമിക്കുക. വിദേശത്ത് വരുമ്പോൾ അറബി ഭാഷ പഠിക്കാൻ സാധിക്കുന്നു. പല കാര്യങ്ങളിലും നാട്ടിൽ കിട്ടാത്തത് ഇവിടെ കിട്ടുന്നു. പക്ഷേ നാട്ടിലേക്ക് ആവശ്യമുള്ളത് നാട്ടിൽ നിന്ന് തന്നെ ആദ്യം ശേഖരിച്ച് അതിൽ തഅസീസ് വേണം, അതിൽ എന്ത് വേണം, പ്രാവീണ്യം വേണം. വരാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നെറ്റ് തുറന്നാൽ മതി, അത്രയേ ഉള്ളൂ. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഉദാഹരണത്തിന്, അതുപോലെ അവരവരുടെ ഓരോ കോളേജുകളുടെ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകൾ കടന്നു കഴിഞ്ഞാൽ അവർ അവിടെ ഫോം ലഭിക്കും. ആ ഫോമിൽ പറയുന്നതനുസരിച്ചിട്ട് ഫോം ഫില്ല് ചെയ്താൽ മതി. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ തന്നെ റെക്കമെൻഡ് ഒന്നും നടക്കുന്നില്ല. ഇതന്നെയാണ് ഇപ്പോൾ എല്ലാ ഇനത്തിൽപ്പെട്ടവരും വരുന്നുണ്ട് നമ്മൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക്. വളരെ ചുരുക്കമാണ്. ചുരുക്കം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു 30 പേരെ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് 3-4 പേരെയാണ് കേരളത്തിൽ നിന്നിട്ട് വരിക കൊല്ലത്തിൽ. അപ്പോൾ ഈ ഒരു ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളോടാണ്, നമ്മുടെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണെങ്കിലും ഈ മൗലവി പറഞ്ഞ ഈ ഒരു പോയിൻ്റ് അത് മുഖവിലക്ക് എടുക്കണം. നമ്മളതിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി നമ്മളവിടെ ഇങ്ങോട്ട് വരാനുള്ള എല്ലാ കാര്യങ്ങളിലേക്കും കടന്ന് അതിൽ വിജയിച്ചതിന് ശേഷം മതി ഒരു സൗദി അറേബ്യയിലേക്ക് അല്ലെങ്കിൽ മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു പഠനത്തിന് വരിക എന്നാണ് മൗലവി പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കം, അല്ലേ? ഇനി ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒട്ടനവധി ആളുകൾ പ്രബോധന മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പ്രബോധന മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് ഒരു വസിയത്ത് എന്ന നിലയ്ക്ക് മൗലവിക്ക് എന്താണ് കൊടുക്കാനുള്ളത്? പൊതുവേ ദായികൾ, പ്രബോധകന്മാർ, അവർക്ക് ഇതിലൊക്കെ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ മാതൃക കണ്ടെത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ തുടക്കത്തിൽ തന്നെ
മാ യുഖാലു ലക ഇല്ലാ മഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക എന്ന് അല്ലാഹു റസൂലിനോട് പറയുന്നുണ്ട് ഖുർആനിൽ. നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഈ കഷ്ടതകളൊക്കെ മുമ്പിൽ നബിമാർക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതായ 13 കൊല്ലത്തിൽ മക്കയിൽ ഉണ്ടായതായ അനുഭവങ്ങൾ, കഷ്ടതകൾ, യാതനകൾ, വേദനകൾ, മർദ്ദനങ്ങൾ, പ്രയാസങ്ങൾ, അതുപോലെ മദീനയിൽ വെച്ചിട്ട് മദീന പ്രബോധന മേഖലയിൽ 3 ശത്രുക്കളാണ്. അവിടെ ഒരു ശത്രു മാത്രമായിരുന്നു. മദീനയിൽ കപട വിശ്വാസികൾ വേറെ, ജൂതന്മാർ വേറെ, ബഹുദൈവ വിശ്വാസികൾ വേറെ, ഇങ്ങനെ പല രൂപത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുഭവിക്കേണ്ടി വന്നു. അതുപോലെ വിദ്യാർത്ഥികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, പ്രബോധകന്മാരാവാൻ പോകുന്നവർ പെട്ടെന്ന് അങ്ങനെ പട്ടിവിരിച്ച് കിട്ടൂല എന്ന ആ ചിന്ത അവരുടെ മുമ്പിൽ ഉണ്ടാവണം. ആ പ്രയാസം ഉണ്ടാവും. ഞാനിപ്പോൾ കടക്കുന്നതൊരു മഹാപ്രയാസത്തിൻ്റെ റൂട്ടിലേക്കാണ്, വഴിയിലേക്കാണ് എന്ന് മുമ്പ് തന്നെ. അപ്പോൾ വരാൻ പോകുന്ന പ്രയാസം എത്ര വലുതാണെങ്കിൽ ചെറുതായി അനുഭവപ്പെടും. അത് നമ്മൾ എന്നിട്ട് പലർക്കും ഉണ്ടാവാറില്ല. ആരെങ്കിലും ഒരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്തു, പിന്നെ എല്ലാം പൂട്ടി വെച്ച് വീട്ടിൽ ഇരിക്കും. അങ്ങനെയുള്ള സമ്പ്രദായം ചിലരിൽ കാണാറുണ്ട്. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഇതൊരു മഹാപ്രവർത്തനമാണ്, മഹാ ഡ്യൂട്ടിയാണ്, നബിമാരുടെ ഡ്യൂട്ടിയാണ്. ആ നബിമാരിൽ നിന്നിട്ട് പരലോകത്തിലേക്ക് വരുമ്പോൾ ഒരു നബി വരും, അവരുടെ കൂടെ കുറേ ആൾക്കാരുണ്ട്, മറ്റൊരു നബി വരും, 2 ആളുണ്ട്, പിന്നെ ഒരു നബി വരും, അയാൾ മാത്രം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അത് അവരുടെ മുമ്പിൽ ഉണ്ടായാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് ആളെ കിട്ടിക്കൊള്ളണമെന്നില്ല. ആളെ കിട്ടൽ നമ്മുടെ ലക്ഷ്യമല്ല. പ്രബോധകന്മാരുടെ ലക്ഷ്യം ബാധ്യത നിർവഹിക്കുക എന്നതാണ്. അവരുടെ ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ചോദിക്കുന്ന കാര്യത്തിൽ മറുപടി അവരുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള കാര്യം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത റസൂലിനോട് തന്നെ പറഞ്ഞു. നിങ്ങൾ അങ്ങനെ പ്രയാസപ്പെട്ട് കാര്യമില്ല. ആരുടെ ഹൃദയത്തിലേക്ക് ഹിദായത്ത് കയറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അളാപ്പ വരെ പറ്റാതെ റസൂൽ കരഞ്ഞ് പുറത്തിറങ്ങിയ രംഗങ്ങളൊക്കെ മഷൂറാണ്, മഅറൂഫാണ്. ഇതൊക്കെ ദായികൾക്ക് മുമ്പിൽ എപ്പോഴും ഉണ്ടാവേണ്ട, അവരുടെ നുസ്ബ ഐനൈഹി, അവരുടെ കൺമുമ്പിൽ, 2 കൺമുമ്പിൽ എപ്പോഴും ഉണ്ടാവേണ്ടതായ ഒന്നാണ്. ഇതൊരു മഹാത്യാഗത്തിൻ്റെ മതമാണ്. അതിലേക്കാണ് ഇപ്പോൾ കടക്കാൻ ചെല്ലുന്നത്. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരുക്കവും തയ്യാറെടുപ്പും എന്നിൽ ഉണ്ടാവണമെന്ന മുൻകരുത്ത് എല്ലാ വിദ്യാർത്ഥികളിലും, എല്ലാ പ്രബോധകന്മാരിലും ഉണ്ടാവേണ്ടതും. രണ്ടാമതായിട്ട് ഇതിന് പ്രതിഫലം ആഗ്രഹിക്കേണ്ടതില്ല. നബിമാരെ കൊണ്ട്, എല്ലാ നബിമാരെ കൊണ്ടും അള്ളാഹു പറയിപ്പിച്ച വാക്കാണ് ഇൻ അജ്രി ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. പ്രതിഫലം അള്ളാഹുവിൽ നിന്നിട്ടാണ്. എനിക്ക് ബഹുമതിയോ ബഹുമാനമോ സ്ഥാനമോ മാനമോ ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കലത്തെ പ്രതിഫലം കിട്ടും എന്ന ആത്മാർത്ഥത വിദ്യാർത്ഥികളുടെ കൂടെ, മതപ്രബോധകന്മാരുടെ കൂടെ ഉണ്ടായിരിക്കണം. എന്നാൽ തീർച്ചയായിട്ടും അവരുടെ ദഅവത്തിൽ വിജയിക്കാൻ സാധിക്കും. ഇനി വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കും. എന്തിലൂടെ? അൽഹംദുലില്ലാഹ്, എൻ്റെ ബാധ്യത ഞാൻ നിർവഹിച്ചല്ലോ. എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട് ഒരു പ്രബോധകൻ, നമ്മുടെ നാട്ടിൽ പ്രബോധകൻ എൻ്റെ വീട്ടിൽ, എൻ്റെ ഓഫീസിൽ എല്ലാം വന്ന് ചർച്ചകൾ ചെയ്തിട്ട് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയതിന് ശേഷം ഫോണിലൂടെ വിളിച്ച് പറയുകയാണ്, മൗലവി എനിക്കിപ്പോൾ ആസ്വാദനം കിട്ടി. എപ്പോഴെന്നറിയാമോ? എൻ്റെ തലയിലേക്ക് കല്ലേറ് വന്നപ്പോഴെന്ന്. എനിക്ക് അനുഭവപ്പെട്ടതാണ്. ഒരു പ്രബോധനം വിളിച്ചാൽ ജീവിച്ചിരിപ്പുണ്ട്. ആ പ്രബോധനം വിളിച്ച് പറഞ്ഞാണ് എന്നോട്, ഇപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പോൾ എനിക്ക് നല്ല ആസ്വാദനം, നല്ല ഹൃദയത്തിന് സമാധാനം. അൽഹംദുലില്ലാഹ്, നല്ല വഴിയിൽ, അള്ളാഹ് ഇഷ്ടപ്പെട്ട വഴിയിൽ തന്നെയാണ് ഞാൻ ചിരിക്കുന്നത്. കാരണം പ്രതിഷേധിക്കപ്പെടൽ എപ്പോഴാണ്? സത്യം പറയുമ്പോഴാണ്. ഇനി ജനങ്ങൾക്കൊത്തു ജീവിക്കുകയാണെങ്കിൽ ഇപ്പോൾ സക്കാത്ത് പറഞ്ഞാലും, ഹജ്ജ് പറഞ്ഞാലും, ഹൈദ് പറഞ്ഞാലും, നിഫാസ് പറഞ്ഞാലും ആർക്കും എതിർപ്പില്ല. എതിർപ്പ് എപ്പോഴാണ്? അള്ളാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടതെന്ന് നബിമാർ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് എതിർപ്പുണ്ടാവുക. അതാണ് നമ്മൾ പറയാൻ വേണ്ടി രംഗത്തിറങ്ങേണ്ടത്. അത് പറയുമ്പോൾ ബാക്കിയുള്ള അതിനെതിരിൽ വരുന്നതായ പ്രതിഷേധങ്ങൾ അത് എല്ലാം മുൻകൂട്ടി നാം കണ്ടറിയണം. അതിനുവേണ്ടി ഒരുങ്ങണം, തയ്യാറെടുക്കണം. അത് ദായികളുടെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവുക, എന്ത് വന്നാലും നേരിടാനുള്ളതായ ഒരുക്കവും തയ്യാറെടുപ്പും ഉണ്ടാവുക. വളരെ അധികം കാലമായി മദീനയിൽ ജോലി ചെയ്യുന്നു, മദീനയിലെ ഒരു മദീന നിവാസിയായി കഴിയുന്നു. ഈ ഒരു കാലയളവിൽ ഒട്ടനവധി ആളുകൾ ഉംറക്കൊക്കെ വന്നിട്ടുണ്ടാവും. അതിന് പുറമെ ജോലി ആവശ്യാർത്ഥം സൗദിയിലേക്ക് വരുന്ന മലയാളികളായ ആളുകളോട് എന്താണ് മൗലവിക്ക് പറയാനുള്ളത്? വാസ്തവത്തിൽ ഇവിടെ വരുന്ന മക്കയിലൊക്കെ ആവട്ടെ, മദീനയിലേക്കാവട്ടെ, സൗദി അറേബ്യയിലേക്ക്, മൊത്തത്തിൽ സൗദി അറേബ്യ ഏത് ഭാഗത്തിലേക്ക് വരുന്നതായ സഹോദരന്മാരോടും സഹോദരികളോടും പറയാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല
ജീവിതത്തിലൊരു പ്രാവശ്യം മാത്രം നിർബന്ധമാക്കിയ ഹജ്ജിന് വേണ്ടി വരുന്നവരോട് പറഞ്ഞതായ അതേ വാക്കാണ്. അള്ളാഹു അവരോടെന്താ പറഞ്ഞത്? തസവ്വദു, നിങ്ങൾ സമ്പാദിക്കുക എന്നാണ്. പുണ്യഭൂമിയിലേക്ക് ഇബ്രാഹിം നബി കറങ്ങിയ നാട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത നാട്, ആ നാട്ടിനെ കാണാൻ നേർക്കുനേരെ കണ്ടുകൊണ്ട് കഅബയെ കണ്ടുപിടിക്കാൻ, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ കണ്ടുപിടിക്കാൻ അള്ളാഹു അവരെ ക്ഷണിച്ച് വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരോട് സമ്പാദിച്ചിട്ട് പോകണം എന്ന് അവരോട് പറഞ്ഞു. ആ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഇവരോടും നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വന്നു പോകുമ്പോൾ നാം വെറും ഭൗതിക സമ്പാദ്യം സമ്പാദിച്ചാൽ മാത്രം പോരാ. ഇവിടെ വരുന്നവർ വന്നത് സൗദി അറേബ്യയിലേക്കാണ് എന്ന ബോധം വേണം, അഥവാ വഹി ഇറങ്ങിയ നാട്ടിലേക്കാണ്. അപ്പോൾ ആ വഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ വഹി ഏതാണ്, അതിൽ ഞാൻ പഠിക്കാത്തത് എന്തൊക്കെയുണ്ട്, ഞാൻ വന്ന നാട്ടിലില്ലാത്തത് എന്തൊക്കെ ഇവിടെയുണ്ട്, നാട്ടിലുള്ളത് എന്തൊക്കെ ഇവിടെ ഇല്ല എന്നീ താരതമ്യേന ഒരു പഠനം നടത്തുക ബുദ്ധിജീവി ചെയ്യേണ്ടതാണത്. ഒരു ബുദ്ധിജീവി, ബുദ്ധിയുള്ള ആളാണെങ്കിൽ അത്തരം കാര്യം ചിന്തിക്കാതിരിക്കുകയില്ല. അത് തന്നെയാണ് ഇവിടെ വരുന്നതായ ഏത് പേരിൽ വരട്ടെ, ഏത് വിസയിൽ വരട്ടെ, എങ്ങനെ വരുന്നവരായിരുന്നാലും ഇത് കഅബയുള്ള നാട്ടിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്, മസ്ജിദുൻ നബവിയിലുള്ളതായ സ്വർഗ്ഗത്തോപ്പുള്ള നാട്ടിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന ബോധം ഉണ്ടായിരിക്കണം. അതുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ 23 കൊല്ലത്തെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് എത്താനും ജീവിതം പഠിക്കാനും അതിൽ നിന്നിട്ട് പ്രചോദനം ഉൾക്കൊള്ളാനും ഒക്കെ അത് അവനെ പ്രേരിപ്പിക്കും. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ അവൻ്റെ വിസ മുതലായി. അവന് ഭൗതിക സമ്പാദ്യം കിട്ടിയില്ലെങ്കിലും വിരോധമില്ല. എത്രയോ പേര് എൻ്റെ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടി നാട്ടിലേക്ക് പോയതിൻ്റെ ശേഷം 2 കൊല്ലം കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം വിളിച്ച് പറയാറുണ്ട്, മൗലവി എൻ്റെ കൂടെയുള്ള എല്ലാ ഭൗതിക സമ്പാദ്യം അവസാനിച്ചു, അവിടുന്ന് കേട്ടതായ ഇൽമും സദസ്സിൽ പഠിച്ചതായ വിദ്യാഭ്യാസവും ആ മക്കയിലും മദീനയിൽ നിന്നിട്ട് പഠിച്ചതായ ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമായ ഭാഗവും മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതാണ് ഇപ്പോൾ എന്നെ പ്രേരിപ്പിക്കുന്ന ഇബാദത്തിലേക്കും പരലോകമോക്ഷത്തിലേക്കും എന്നൊക്കെ പറയുന്ന എത്രയോ ശബ്ദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് തന്നെ അതിനൊക്കെ കാരണം എന്താണ്? ഞാൻ ഈ പറഞ്ഞ ലക്ഷ്യത്തിന് വേണ്ടി ജീവിച്ച സന്ദർഭത്തിൽ അതേ സമ്പാദിച്ചോട്ടെ, അതൊക്കെ ഇസ്ലാം അനുവദിക്കുന്നതാണ്. അതോടൊപ്പം കഅബയിൽ എന്ത് സംഭവിച്ചു? കഅബത്തിൻ്റെ അകത്ത് 360 ബിംബം ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതേ അവിടെ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി കഅബം കെട്ടാൻ വേണ്ടി പരിശ്രമിച്ച അതേ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അതിനുവേണ്ടി തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടതായ മഹാനായ ഇബ്രാഹിം നബിനെ തന്നെ പൂജിച്ചു അവർ മക്കക്കാർ. അങ്ങനെയുള്ള നാട്ടിൽ പിന്നെ ആ പൂജ നടത്തിയ വിഭാഗത്തിൻ്റെ പരിസരത്തിൽ കല്ലേറും ഇടിയും അടിയും ശകാരവും കൊണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തതായ രംഗങ്ങളൊക്കെ ഒരു മനുഷ്യരിവിടെ വന്നിട്ട് ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ, ഈ നാട്ടിൽ താമസിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് അവൻ്റെ ബാധ്യതയാണ്. ആ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കലും അതിൽ നിന്നിട്ട് പാഠം പഠിക്കലും. അതുപോലെ തന്നെ സ്വർഗ്ഗത്തോപ്പ്. എന്താണ് സ്വർഗ്ഗത്തോപ്പ് എന്ന് പറഞ്ഞാൽ? മദീനയിൽ സ്വർഗ്ഗത്തോപ്പുണ്ട്, ലോകത്ത് എവിടെയും ഇല്ലാത്ത ഒന്നാണത്. മക്കത്ത് വരെ അതില്ല. അതായത് റസൂൽ പ്രഖ്യാപിച്ച ഇടം മുതൽ ഖിയാമത്ത് നാൾ വരെ ഒരു ഭൂമിയിലുള്ള ഒരു കഷ്ണത്തെക്കുറിച്ച് ഇത് സ്വർഗ്ഗത്തോപ്പാണെന്നുള്ള പ്രഖ്യാപനം അത് ആ സ്ഥലത്തിന് മാത്രം കിട്ടിയതായ പ്രത്യേകതയാണ്. എന്താണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം ജീവിച്ച സന്ദർഭത്തിൽ 70ഓളം പോരാട്ടങ്ങൾ നടത്താൻ നേതൃത്വം വഹിച്ച അവിടെയാണ് സൂറത്തുൽ ബഖറയുടെ നേതൃത്വം. സൂറത്തുൽ ബഖറ ഇറങ്ങാൻ, സൂറത്തുൽ ആല ഇംറാൻ ഇറങ്ങാൻ, സൂറത്തുൽ നിസ ഇറങ്ങാൻ, സൂറത്തുൽ മാഇദ ഇറങ്ങാൻ, സൂറത്തുൽ അൻആം ഇറങ്ങാൻ, വലിയ വലിയ സൂക്തങ്ങൾ മുഴുവനും, അതായത് 414ഓളം സൂറത്തുകൾ ഖുർആനിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അതിലുള്ള ഏറ്റവും വലിയ സൂക്തങ്ങൾ ഇറങ്ങിയത് അത് അവിടെ അതിനെ ആധാരമാക്കിയിട്ടാണ്. അങ്ങനെയുള്ളതായ സ്വർഗ്ഗത്തോപ്പിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആധാരമാക്കിയിട്ട് ഈ ലോക മുസ്ലിങ്ങളുടെ നേതൃത്വങ്ങൾ വഹിച്ചതായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലിയെ പോലത്തെ റളിയല്ലാഹു തആല അൻഹും അവർക്കെല്ലാം പ്രചോദനം നൽകുന്നതായ ഈമാനും ആവേശം അവിടുന്ന് ലഭിച്ചത്. അവിടുന്നാണ് ഉഹദ് യുദ്ധത്തിലേക്ക് പോയത്, അവിടുന്നാണ് ബദർ യുദ്ധത്തിലേക്ക് പോയത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠം തീർച്ചയായിട്ടും ഒരു ബുദ്ധിജീവി ഇവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതായ ആനപ്പോക്കുകളും സന്തൽ പോക്കുകളും ഖബർ പൂജകളും ഖബർ സന്ദർശനത്തിന് പകരം ഇസ്ലാം അനുവദിച്ച സന്ദർശനത്തിന് പകരം ഖബർ പൂജകളും അതെല്ലാം ഇസ്ലാമിൽ ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കാൻ, ഒരു പുതിയ ലോകത്തിലേക്ക്, പുതിയ ജീവിത രീതിയിലേക്ക് എത്താൻ
തീർച്ചയായിട്ടും അത് പ്രചോദനം നൽകുക തന്നെ ചെയ്യും. ഇവിടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്ത് മക്ക എന്ത് മദീന, എനിക്ക് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വീസ ഈ നാട്ടിലേക്ക് തന്നത്, അതിന് പകരം വേറെ നാടുകളിലേക്ക് തന്നില്ലല്ലോ, അൽഹംദുലില്ലാഹ് എന്നൊരു അപ്പോഴാണ് അൽഹംദുലില്ലാഹ് എന്ന് വായ നിറയെ തൊള്ള നിറയെ ഹൃദയം നിറയെ പറയാനുള്ളതായ പ്രേരണ ലഭിക്കുക. ആ റിസൾട്ടിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അതാണ് ഒരു മുസ്ലിം സത്യവിശ്വാസി എന്താവശ്യാർത്ഥം ഇവിടെ വന്നാലും നിർബന്ധമായി ചെയ്യേണ്ടത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്. ഉതസുവദു, സമ്പാദിക്കുക, ഫൈന ഖൈറസ്സാദി തഖ്വ, ഉത്തമ സമ്പാദ്യം തഖ്വ, അഥവാ പരലോകമോക്ഷം അഥവാ നരകത്തിനിട്ട് മോചിക്കുക, സ്വർഗ്ഗപ്പുള്ളിയായി മാറുക. അത് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ മൗലവി എന്നോടെന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളോടും ഇവിടെ സൗദി അറേബ്യയിലേക്ക് വന്നവരോടും വരാനിരിക്കുന്നവരോടും പറഞ്ഞ ഒരു ഉപദേശം തന്നെയാണ് ഇതിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ട സമ്പാദിക്കാനായിട്ട് വരിക. പക്ഷേ ആ സമ്പാദ്യം എന്തിനായിരിക്കണം എന്നുള്ളത് കൂടെ അത് നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനുള്ള അവസരം, നമുക്ക് ചിന്തിക്കാനുള്ള അവസരം, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ ഉള്ളൊരു മനസ്സ് നമുക്കൊക്കെ അള്ളാഹു തരട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും സമയം നമ്മോടൊപ്പം ഈ ഒരു സ്റ്റുഡിയോയിൽ വന്ന് ഈ ഒരു പ്രായത്തിൻ്റെ 75 വയസ്സ് ആയി എന്നാണ് മൗലവി പറഞ്ഞത്. ആ പ്രായത്തിലും ഇങ്ങനെ നമ്മുടെ ഒപ്പം വരാൻ അള്ളാഹു അദ്ദേഹത്തിന് ഒരു ആഫിയത്ത് നൽകി. അൽഹംദുലില്ലാഹ്. ഇനിയും ഒട്ടനവധി കാലം അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി ഈ ദീനിന് വേണ്ടി കൂടുതൽ സംഭാവനകൾ നൽകാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകട്ടെ എന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. മൗലവിയെ അറിയുന്നവർ, ഞാൻ പറയാതെ തന്നെ പ്രാർത്ഥിക്കും, മൗലവി അറിയാത്തവർ അദ്ദേഹത്തെ കൂടുതൽ അറിയണം എന്നും അദ്ദേഹത്തിൻ്റെ രചനകൾ കഴിയുന്നതും വായിക്കാൻ പറ്റുന്നവർ വായിക്കുക, ദീനിനെക്കുറിച്ച് പഠിക്കുക. ഈ ഒരു കൂടിക്കാഴ്ചയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഉണർത്തുകയാണ്. ഇങ്ങനെ ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് വരാൻ കാണിച്ച ഒരു മനസ്സിന് അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്ക്. അള്ളാഹു നമ്മളെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങൾ അതിലുള്ള വീഴ്ചകൾ അകറ്റി സ്വീകരിക്കുമാറാകട്ടെ. ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ വഴിയിൽ സേവിക്കുവാനും ജീവിക്കുവാനും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ശ്രോതാക്കൾക്കും ഈ വിശുദ്ധ ഭൂമിയിലേക്ക്, പുണ്യഭൂമിയിലേക്ക്, മക്ക മദീനയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വരുവാനും ഇവിടുന്ന് പഠിക്കേണ്ടതായ സമ്പാദ്യങ്ങൾ പഠിച്ച് നേടി സമ്പാദിച്ചു പോകുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കളുടെ കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.